ജനാധിപത്യത്തിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അനുഭവം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായി നടപ്പാക്കുവാൻ സാധിച്ചു. 5 ബൂത്തുകളിലായി ക്രമീകരിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ കുട്ടികൾ അവരുടെ ID കാർഡുകൾ രേഖകളായി സമ്മതിദാന അവകാശം നടപ്പിലാക്കി. പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, ബൂത്ത് ഏജന്റുമാർ എന്നിവർ കുട്ടികൾ തന്നെയായിരുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായം കുട്ടികൾക്ക് പലതവണ ടിവിയിലും അല്ലെങ്കിൽ ബൂത്തിന് വെളിയിലൊക്കെ പോയി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അത് ശരിക്കും അവർക്കൊരു അനുഭവമാക്കി മാറ്റാനായിട്ടാണ് ഇത്തവണ നമ്മൾ സ്റ്റാഫായിട്ട് കൂടി തീരുമാനിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് അതത് ക്ലാസ് ടീച്ചേഴ്സും ബാക്കി പോളിംഗ് ഓഫീസേഴ്സായിട്ട് അതത് ക്ലാസ്സിലെ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ വോട്ടിംഗ് നടത്തിയിരിക്കുന്നത്. കുട്ടികൾ ക്യൂ നിന്ന് അവരെ വിവരിക്കാൻ SPCയിലെ കുട്ടികളുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വോട്ടിംഗ് നടക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ കുട്ടികൾക്ക് ആ ഒരു അനുഭവം കൊടുക്കാനായിട്ട് ഇത്തവണത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വഴി നമുക്ക് സാധിച്ചു എന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ എബ്രഹാം P. ജോസഫ്, സീനിയർ അസിസ്റ്റന്റ് രജനി തോമസ്, സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ ആഷ്ലി ജോസഫ്, ലിനി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ജെസി റോസ് G, SPC കാഡറ്റ് എന്നിവർക്കൊപ്പം എല്ലാ സ്റ്റാഫ് പ്രതിനിധികളുടെയും സജീവ സാന്നിധ്യവും പരിപാടിയിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.